വാർത്തകൾ തുടരുന്നു. മാവേലിക്കര നിയമസഭാ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്ന സർക്കാരിനെതിരെ ജനം വിധി നിർണ്ണയിക്കാൻ കാത്തിരിക്കുകയാണെന്നും MP പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് എക്സിക്യൂട്ടീവ് പുതിയുഗ സൃഷ്ടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്ന സർക്കാരിനെതിരെ ജനം വിധി നിർണ്ണയിക്കാൻ കാത്തിരിക്കുകയാണെന്നും ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനെതിരെയും കേരളത്തെ കട്ടുമുടിച്ച ഇടത് സർക്കാരിനെതിരെയുമുള്ള ജനവിധിയാകും ഉണ്ടാകാൻ പോകുന്നതെന്നും MP പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് എക്സിക്യൂട്ടീവ് പുതിയുഗ സൃഷ്ടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാവേലിക്കര ബ്ലോക്കിലെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് അതിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഇതിനെ അഭിവാദിച്ചു. ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ട ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്നതിന് അതീവ പ്രാധാന്യമുണ്ട്. നമ്മൾ പ്രതിപക്ഷ നേതാവ് നയിച്ചുകൊണ്ട് വരുന്ന പുതിയ യാത്ര മലപ്പുറം ജില്ല പിന്നിട്ട് നാളെ തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മലപ്പുറം ജില്ല പിന്നിടുമ്പോൾ ഒരുപാട് യാത്രകൾ നമ്മുടെ നേതാക്കന്മാർ മുൻഗാമികളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കടലിരമ്പി വരുന്ന ജനക്കൂട്ടമാണ്. മട്ടന്നൂര് CPM-ന്റെ കോട്ടക്കാലം മട്ടന്നൂർ തലപ്പാടും ഒക്കെ ജനസാഗരമായിരുന്നു. കുറ്റിയാടിയിലും പേരാമ്പ്രയിലും നാദാപുരത്തും ഒക്കെ ജനസാഗരമായി അത് മാറിയെന്നാണ്. ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി. വിമർശനാത്മകമായ ഒരു ചിന്തയെന്ന് നിങ്ങൾ കരുതുക. ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും പാർട്ടി സ്നേഹിക്കുന്നവരാണ്. നിങ്ങളെ മുട്ടയോടെ പ്രശംസിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. പക്ഷേ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ എട്ടരയ്ക്ക് ഇവിടെ വരണമെന്ന് പറയുമ്പോൾ 10:30 ഇവിടെ വരാത്ത നേതാക്കൾ അവർ ആത്മവിശ്വാസത്തോടെ ഈ ക്യാമ്പ് ഉണ്ടാകാനാണ്. ഇവിടെ വരാതിരിക്കുന്ന നേതാക്കൾ അവരാരായാലും ഇന്നു മുതൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിളിച്ചാലും അവരെ ഔപചാരികമായി വിളിക്കുക എന്നത് ഈ ക്യാമ്പ് നിങ്ങളോട് ഉറപ്പു നൽകുകയാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് M ലിജു പ്രഭാഷണം നടത്തി. ഡോക്ടർ മറിയ ഉമ്മൻ, നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, വൈസ് ചെയർമാൻ K ഗോപൻ, വള്ളികുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C അനിത, ജില്ലാ പഞ്ചായത്ത് അംഗം B രാജലക്ഷ്മി, DCC ഭാരവാഹികളായ നൈനാൻസി കുറ്റിശ്ശേരിൽ KL മോഹൻലാൽ, KPCC അംഗം കുഞ്ഞുമോൾ രാജു, മണ്ഡലം പ്രസിഡന്റുമാരായ മാത്യു കണ്ടത്തിൽ, ജസ്റ്റിസൺ പാട്രിക്, രാജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടറും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ P പ്രകാശ്, രാമചന്ദ്രക്കുറുപ്പ്, ബിനു കല്ലുമല തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.